ചിലപ്പോ ഇതൊരു തുടക്കം മാത്രമാവാം. നശിപ്പിക്കാനും കൊന്നു തിന്നാനും ഇനിയും പല ശക്തികൾ വന്നേക്കാം. ആരൊക്കെ വന്നാലും നേരിടാൻ തയ്യാറായി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ നാടിന്റെ രക്ഷകനായി. ഹായ് ഹലോ, റോയൽ എൻഫീൽഡ് പ്രേമികൾക്കും ബുള്ളറ്റ് ആരാധകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട നമ്മുടെ ബറ്റാലിയൻ ബ്ലാക്ക് അല്ലേ. ആ പഴയ പ്രതാപം വീണ്ടെടുത്ത മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നും സംസാരിക്കുന്നത്, നമ്മുടെ സ്വന്തം വണ്ടിയെപ്പറ്റി തന്നെ. പിന്നെ ബുള്ളറ്റ് ഷോറൂം സന്ദർശിച്ച് അവിടം ഏറ്റവും പുതിയ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. 2026 ഏപ്രിൽ അവസാന വാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ വാഹനത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളും ഏറ്റവും പുതിയ ഓൺ റോഡ് വിലയും ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിൽ ഇപ്പോഴും തുടരുന്ന ചില വലിയ പോരായ്മകൾ എന്നിവയെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചുരം മേഖലകളിലും ഹെയർപിൻ വളവുകളിലും വണ്ടി ചരിക്കുമ്പോൾ ബ്രേക്ക് ലിവർ തറയിൽ ഉരസുന്ന ആ പ്രധാന ഇഷ്യൂവിനെക്കുറിച്ചും നമ്മൾ ഇത് എങ്ങനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചൊക്കെ അവസാന ഭാഗത്ത് വിശദമായി സംസാരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ വിലയെക്കുറിച്ച് പറയാം. 2026 ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് കേരളത്തിൽ ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ ഏകദേശം ഓൺ റോഡ് വില 2,02,000 രൂപ മുതൽ 2,04,000 രൂപ വരെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ചെറിയൊരു വർധനവ് കമ്പനി വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. പ്രധാനമായും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും പുതിയ എമിഷൻ മാനദണ്ഡങ്ങളുമാണ് ഈ വില വർധനവിന് കാരണമായിട്ട് കമ്പനി പറയുന്നത്. എന്തായാലും കാഴ്ചയിൽ ബുള്ളറ്റിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് പുതിയ അപ്ഡേഷൻസ് അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റുകളൊന്നും ഈ ഒരു മോഡലിൽ വന്നിട്ടില്ല. ആ ക്ലാസിക് ലുക്ക് നിലനിർത്താൻ കമ്പനി പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മെറ്റൽ ബാഡ്ജുകൾക്ക് പകരം പഴയ പാരമ്പര്യം വിളിച്ചോതുന്ന പെയിൻറ്റ് ചെയ്ത ലോഗോയും ഗോൾഡൻ പിൻ സ്ട്രൈപ്പിങ്ങും തന്നെയാണ് ഇപ്പോഴും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ജെ സീരീസ് എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് തന്നെയാണ് ഈ 2026 മോഡലിലും നമ്മെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. അപ്പോൾ ഈ 349 cc ജെ സീരീസ് എഞ്ചിനിൽ 20.2 bhp കരുത്തും 27 Nm ടോർക്കും നൽകുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് എടുത്ത് പറയുകയുമാണ്. എന്തായാലും ആ പഴയ മോഡലുകളിലെ വിറയൽ അല്ലെങ്കിൽ വൈബ്രേഷൻ പൂർണ്ണമായും മാറി എന്ന് തന്നെ നമുക്ക് പറയാം. എങ്കിലും ബറ്റാലിയൻ ബ്ലാക്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ വരുന്നത് സിംഗിൾ ചാനൽ ABS എന്ന സംവിധാനമാണ്. അതായത് ബ്രേക്ക് നിങ്ങൾക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ഡിസ്ക് ബ്രേക്ക് ലഭിക്കുക എന്നുള്ളതാണ്. മുൻവശത്ത് ഡിസ്ക് ബ്രേക്കും പിന്നിൽ ഡ്രം ബ്രേക്കും. ഇതാണ് ഇതിൻ്റെ വില കുറയാനുള്ള പ്രധാന കാരണവും വരുന്നത്. എന്നാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റുകളിൽ ഡ്യുവൽ ചാനൽ ABS ലഭ്യമാണ് എന്നുകൂടി ഓർക്കുക. ഇതിൻ്റെ തന്നെ വേറെയും മോഡലുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമ്മുടെ ഡ്യുവൽ ചാനൽ ABS ലഭ്യമാണ് എന്നുള്ളതാണ്. ഈ ഡ്യുവൽ ചാനൽ ABSന് വരുന്ന വില വ്യത്യാസം ഏകദേശം 25,000-നും 30,000-നും ഇടയ്ക്കാണ് എന്നുള്ളത് കൂടി ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യം, നമ്മുടെ ആളുകൾ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കൂടി നൽകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പുതിയ മോഡലിനെ സംബന്ധിക്കുന്ന ഷോറൂമിലിരിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ നിങ്ങൾക്ക് ബറ്റാലിയൻ ബ്ലാക്കിനെ ഇത്തരത്തിൽ കാണാം. ശ്രദ്ധിക്കുക, ഓരോ ഭാഗവും ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ക്രാഷ് ഗാർഡുകളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം പലരും പല ഇതേപോലെ ചോദ്യങ്ങളായി കമൻറ്റുകളായിട്ടൊക്കെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ബുള്ളറ്റിൽ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ക്രാഷ് ഗാർഡുകൾ ഏതൊക്കെയാണെന്നൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ക്രാഷ് ഗാർഡുകളെ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന ബൈക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ആ തരത്തിൽ വരുന്ന അതിൻ്റെ പ്രത്യേകം പേരുകളൊക്കെ ഞാൻ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത് ആദ്യം ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കേട്ടിട്ട് നമുക്ക് ആ ചിത്രങ്ങളിലേക്ക് വരാം. ആ ചിത്രങ്ങളും ഞാൻ ഉൾപ്പെടുത്താം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്തായാലും ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ ആ ഒരു ക്ലാസിക് രൂപത്തിന് ചേരുന്നത് എയർ ഫ്ലൈ അല്ലെങ്കിൽ ട്രൈക്കോൺ ടൈപ്പ് ക്രാഷ് ഗാർഡുകളാണ്. ശ്രദ്ധിക്കുക, ട്രൈക്കോൺ ടൈപ്പ് ക്രാഷ് ഗാർഡുകൾ. അപ്പോൾ ഇത് വണ്ടിയുടെ ലുക്ക് വർദ്ധിപ്പിക്കുക മാത്രമല്ല കാലുകൾക്ക് നല്ല സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഒക്ടാഗൺ ക്രാഷ് ഗാർഡ്, കൂടുതൽ ഓഫ് റോഡ് റൈഡിങ്ങിന് പോകുന്നവർക്ക് ഈ ഒരു ഓപ്ഷനാണ് നല്ലത്. കാരണം അത് മനസ്സിലാക്കുക, ഇത് നമ്മൾ
ചിത്രങ്ങളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതുമാണ്. അതേപോലെ തന്നെ ട്രൈബ്സോഹേറ്റ് ഗാർഡ് എന്ന് പറയുന്ന, എന്നാൽ ഒതുക്കമുള്ളതും എഞ്ചിന് നല്ല പ്രൊട്ടക്ഷൻ നൽകുന്നതുമായിട്ടുള്ള ഒന്നാണിത്. എപ്പോഴും ജെനുവിൻ ആക്സസറീസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ക്രാഷ് ഗാർഡുകൾ ഘടിപ്പിക്കുമ്പോൾ അത് വണ്ടിയുടെ ബാലൻസിനെ ബാധിക്കരുത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ പലതരത്തിൽ ഇഷ്യൂസ് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ബറ്റാലിയൻ ബ്ലാക്കിൽ നമ്മൾ വീണ്ടും എടുത്തു പറയേണ്ട ഒരു പ്രശ്നം. പല പ്രോബ്ലംസും ഉണ്ട്. ഇപ്പോൾ ഓവർ ഹീറ്റിംഗ് ആണ് വണ്ടി എന്നുള്ളത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അറിയാം. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ വരുമ്പോൾ ആ ചൂട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് അറിയുമെന്നുള്ളതാണ് കേട്ടോ. ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും പറയേണ്ട കാര്യമില്ല, അത്രത്തോളം നമ്മൾ ചൂട് അറിയുന്നു എന്നുള്ളതാണ്. വണ്ടി പതുക്കെ പോകുമ്പോഴാണ് ഹീറ്റ് കൂടുതലായിട്ട് നമ്മുടെ കാലുകളിലേക്ക് വരിക. എന്നാൽ സ്പീഡിൽ പോകുന്ന സമയത്ത് വണ്ടി നോർമലായിട്ട് കൂളാകുന്നുണ്ട്. കാരണം എയർ കൂൾ സംവിധാനമായതുകൊണ്ട് തന്നെ എൻജിൻ പെട്ടെന്ന് എയറിൽ തണുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനാവുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, ബറ്റാലിയൻ ബ്ലാക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡലുകൾ ഉപയോഗിക്കുന്നവർ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ചുരം മേഖലകളിൽ വണ്ടി ചരിക്കുമ്പോൾ ബ്രേക്ക് ലിവർ തറയിൽ ഉരയുന്ന വിഷയം. ഈ 2000-ൽ തന്നെ തുടങ്ങുന്ന മോഡലുകളിൽ ഈ പ്രശ്നം തുടങ്ങുന്നുണ്ട്. അതിന് മുമ്പുള്ള വണ്ടികളിലുണ്ട് കേട്ടോ ഈ ഒരു പ്രശ്നം. പക്ഷേ അന്നൊന്നും ഇതൊരു വലിയ തരത്തിലുള്ള റൈഡിംഗ് വെഹിക്കിളായിട്ട് ഉപയോഗിച്ച് തുടങ്ങാത്തത് കൊണ്ട് ആളുകൾ അത് നോട്ടീസ് ചെയ്തില്ല എന്നുള്ളൂ. നമ്മുടെ ഫ്രീക്കന്മാർ അതൊന്നും അന്ന് നോട്ടീസ് ചെയ്തില്ല എന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ പെഡൽ നമ്മൾ ചവിട്ടുമ്പോൾ എത്രത്തോളം താഴുന്നു എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് വണ്ടി ചെരിയുമ്പോൾ കൃത്യമായും അത് നിലത്ത് ഉരസുന്നുണ്ട്. അപ്പം വണ്ടി വലത്തോട്ട് ചരിച്ചൊരു ഹെയർ പിൻ വളവ് തിരിയുമ്പോൾ നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ആ ലിവർ റാഡിൽ, ഈ പറയുന്ന പോലെ ലിവർ റാഡ് അല്ലെങ്കിൽ ആ ലിവർ റോഡിൽ തട്ടുകയും വണ്ടി സ്കിഡാകാൻ സാധ്യത ഉണ്ടാകുകയും ചെയ്യുന്നു. വണ്ടി തന്നെ മറിഞ്ഞു പോകാൻ കേട്ടോ. കാരണം എനിക്കിപ്പോൾ ഞാനിത് ഓടിക്കുന്ന ഈ ഒരു വാൽപ്പാറ റൂട്ടിലും പോയ ട്രിപ്പുകളിലെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ബാക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും വണ്ടി സ്കിഡാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രണ്ട് ബ്രേക്ക് വെച്ചുകൊണ്ടാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സിംഗിൾ ചാനൽ ABS വരുന്ന വണ്ടികളുടെ ഡ്രം ബ്രേക്ക് സിസ്റ്റം അതിൻ്റെ ലിവർ പൊസിഷനും നിലത്തോട് വളരെ അടുത്താണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ ഡിസൈൻ പരമായിട്ടുള്ള ഈ പിഴവ് റോയൽ എൻഫീൽഡ് ഇത്ര കാലമായിട്ടും പൂർണ്ണമായി പരിഹരിച്ചിട്ടേയില്ല. എന്നാൽ ഡ്യുവൽ ചാനൽ ABS വരുന്ന മോഡലുകളിൽ പിന്നിൽ ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് ലിവറിൻ്റെ ആംഗിൾ വ്യത്യസ്തമാണ്. അതായത് അത് അല്പം കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഈ പ്രശ്നം അവിടെ വരുന്നില്ല, നേരെ താഴോട്ട് ലിവറേ വരുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ഹെയർ പിൻ വളവുകളിൽ വണ്ടി അമിതമായി ചരിക്കാതിരിക്കുക. വളവിന് മുൻപേ തന്നെ സ്പീഡ് കുറച്ച് എൻജിൻ ബ്രേക്കിംഗ് ഉപയോഗിക്കുക. വണ്ടി ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പിൻ ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടാതെ മുൻ ബ്രേക്ക് മിതമായി ഉപയോഗിക്കുക. ഈ കമ്പനി ഉടൻ തന്നെ ഈ ഡിസൈനിൽ മാറ്റം വരുത്തി ഗ്രൗണ്ട് ക്ലിയറൻസ് വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് കമ്പനിയോട് പറയാനുള്ളത്. എന്തായാലും കാലങ്ങളായി തുടരുന്ന ഈ സുരക്ഷാ പ്രശ്നം പരിഹരിക്കാൻ റോയൽ എൻഫീൽഡ് തയ്യാറാകണം എന്ന് തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ 2026 ഏപ്രിലിലും ബറ്റാലിയൻ ബ്ലാക്ക് ഒരു വികാരം തന്നെയായി തുടരുകയാണ്. വിലയിൽ ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും ബുള്ളറ്റിൻ്റെ ആ ഒരു തനിമ ഇന്നും ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. അതായത് പഴയ ബുള്ളറ്റിൻ്റെ ആ ഒരു വികാരം, ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഇതേപോലെ നല്ല ക്രാഷ് ഗാർഡും സൈഡ് ഗ്ലാസുകളും ലൈറ്റും അതേപോലെ ആ ഒരു പൈലറ്റ് ലൈറ്റും എല്ലാം കൂടെ വരുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ വാഹനത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ ഒരു ക്രാഷ് ഗാർഡാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് തന്നെയാണ് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്നതും കാലുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള ക്രാഷ് ഗാർഡുകൾ, പിന്നെ ഇതൊക്കെ ഡിപ്പെൻസ് ആണ് ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡുകൾക്ക്, അത് മാറുന്നതിനനുസരിച്ച് മനോഭാവത്തിലുള്ള വ്യത്യാസം, അവരുടെ രീതികൾ ഒക്കെ അതിനനുസരിച്ചൊക്കെ ആളുകൾ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ ഇതൊന്നും അങ്ങനെ ഒരാളെയും അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളല്ല, കൃത്യമായി അവരവരുടെ ഇംഗിതത്തിനനുസരിച്ച് തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ താഴെയുള്ള ആ ഒരു മണ്ണ് അല്ലെങ്കിൽ കല്ലൊന്നും അടിക്കാതിരിക്കാനുള്ള ആ ഒരു മഡ്ഗാർഡ് പോലുള്ള ആ ഒരു ഭാഗം, അതിന് പ്രത്യേക പേര് തന്നെ ഉണ്ടല്ലോ, പെട്ടെന്ന് വായിൽ വരുന്നില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങളൊക്കെ വണ്ടിയിൽ പിടിപ്പിക്കുക. ഇതെല്ലാം അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ ഒരു 10-14 കിലോ വണ്ടിക്ക് കൂടും കേട്ടോ.
2 കിൻഡലിന് മുകളിലേക്ക് പോകും. എന്തായാലും സൂക്ഷ്മതയോടെ വണ്ടി ഓടിക്കുക. വീണ്ടും കാണാം.